ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 2. അതെ, നൂറ തൂക്കിയിരിക്കുകയാണ്. നൂറയാണ് ഈ ടാസ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഒരു പസില് റെഡിയാക്കിയത്. പലരും അരമണിക്കൂറിൽ കൂടുതൽ എടുത്തായിരുന്നു. പക്ഷെ നൂറ വെറും 14 മിനിറ്റാണ് എടുത്തേക്കുന്നത്. എന്താണ് നടന്നതെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നിവിനും ഷാനവാസും നൂറയാണ് അവസാനമായിട്ട് അതിനകത്ത് കയറിയത്. ഷാനവാസിന്റെ ഇടയിൽ കൂടെ നൂറയുടെ പസിൽ നിന്നൊരു പസിൽ താഴെ വീണായിരുന്നു. അതെടുത്തങ്ങ് വെച്ചു. പുള്ളിക്കാരൻ കണ്ടില്ല. അവസാനം ഇവർ പസിലെല്ലാം കൂടെ ഇത് കറക്കി ആദ്യം കൊണ്ടുവച്ച നിവിനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഈ പസിൽ നൂറയ്ക്ക് ശരിയാവുന്നില്ല. അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഷാനവാസ് ഒരു പസിൽ എടുത്തിട്ടുണ്ട്, അറിയാതെ എടുത്തതാണ്. അങ്ങനെ അത് നൂറയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ നൂറ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തത് നിവിനാണ്. അത് കഴിഞ്ഞാണ് ഷാനവാസ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് അവർ അവിടെ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ. എവിടെ അപ്പോൾ എല്ലാവർക്കും ഏകദേശം എല്ലാവരും വിചാരിച്ചത് നൂറ, സാബുമാൻ, അനു ഇത്രയും പേരാണ് ഞാനും വിചാരിച്ചത്. പിന്നെ നൂറ കഴിഞ്ഞ ഉടനെ നിവിൻ പൂർത്തിയാക്കിയതുകൊണ്ട് നിവിനും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അവിടുത്തെ ബിഗ് ബോസ് വീട്ടിലെ ആഗോള കള്ളൻ അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചീത്തപ്പേര് കിട്ടിയിരിക്കുന്ന നിവിനാണ്. പക്ഷെ ആ ചീത്തപ്പേര് കിട്ടാതെ വളരെ ബുദ്ധിപരമായി തന്ത്രപരമായി മോഷ്ടിക്കുന്ന ആൾക്കാർ അവിടെയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. അത് നമ്മുടെ മറ്റാരുമല്ല, ഇന്ന് ടാസ്ക് തൂക്കിയ ആളുടെ കൂട്ടത്തിലുള്ള ആളിനെ ആദിലയും നൂറയും അനു ഒക്കെ തന്നെയാണ്. അനു കൂട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നൂറ പാല് മോഷ്ടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഞാൻ കഴിച്ചു രാവിലെ പാലെടുത്ത്. അപ്പം ഞാന്ന് അന്ന് ആലോചിക്കുക, അതിന് ഭയങ്കര വഴക്കായിരുന്നു. പക്ഷേ ഇത് കണ്ട അവഞ്ഞങ്ങ് പോയത്. ഇതാണ് വ്യത്യാസം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. ഒരു ബിഗ് ബോസ് ഷോയുടെ 2 തലങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ ഭയങ്കര ബഹളവും പ്രശ്നങ്ങളും മറ്റത്. ഇപ്പുറത്ത് അത് ജസ്റ്റ് ഒരു ചിരിയിലൂടെ അങ്ങ് തീർന്നു. ഞാൻ കുടിച്ചു, അത്രയേ ഉള്ളൂ. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം. 32 മിനിറ്റും 53 സെക്കൻഡും 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് അനീഷാണ്. അനീഷ് വളരെ താഴെയാണ്. അനീഷിന് ഇനി എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടിക്കറ്റ് ഫിനാലെ 4 പോയിന്റാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ് നൂറയ്ക്ക് 16 പോയിന്റാണ്. ഈ പോയിന്റ് ഒന്ന് മറികടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് നോക്കാം. അത്രയ്ക്ക് അതിനെ മറികടക്കാൻ പറ്റും. കാര്യം ബാക്കിയുള്ളവർക്കും ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് 32 മിനിറ്റ് 32 മിനിറ്റ് 10 സെക്കൻഡും 8ാം സ്ഥാനത്ത് ആര്യനാണ്. ആര്യന് വളരെ ബാക്കിലോട്ടായിപ്പോയി. പക്ഷെ ആര്യൻ ഇവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ പോയിന്റ് വ്യത്യാസമുണ്ട് നൂറയായിട്ട്. നല്ല പോയിന്റ് വ്യത്യാസമുണ്ട്. ആര്യന് ഏകദേശം എനിക്ക് തോന്നുന്നു ആര്യന് ഏകദേശം 11 പോയിന്റ് ഉണ്ട്. അപ്പം അത്രയും പോയിന്റ് വ്യത്യാസമുണ്ട്. ആര്യന് 11 പോയിന്റ്, നൂറയ്ക്ക് 16 പോയിന്റാണ് ഉള്ളത്. അത് കഴിഞ്ഞ് തേർഡ് ലാസ്റ്റ് 27 മിനിറ്റ് 11 സെക്കൻഡ് ആദിലയാണ് 7ാമത്തെ പൊസിഷനിൽ 3 പോയിന്റ്. അത് കഴിഞ്ഞ് 6ാമത്തെ പൊസിഷനിൽ 25 മിനിറ്റും 26 സെക്കൻഡ് അക്ബറാണ് 4 പോയിന്റ്. 5ാമത്തെ സ്ഥാനത്ത് 22 മിനിറ്റും 48 സെക്കൻഡും ഉള്ള സാബുമാനാണ് 5ാം സ്ഥാനത്ത് 5 പോയിന്റ്. 4ാം സ്ഥാനത്ത് 22 മിനിറ്റും 34 സെക്കൻഡും പോയ അനുവാണ് 6 പോയിന്റ്. 3ാം സ്ഥാനത്ത് 20 മിനിറ്റും 51 സെക്കൻഡുമുള്ള ഷാനവാസാണ് 7 പോയിന്റ്. 2ാമത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് 18 മിനിറ്റും 21 സെക്കൻഡുമുള്ള നിവിനാണ് 8 പോയിന്റ്. 1ാം സ്ഥാനത്ത് 14 മിനിറ്റും 45 സെക്കൻഡുമുള്ള നൂറയാണ് 9 പോയിന്റ്. അങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് അടിസ്ഥാനം നൂറയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. സോ ഇപ്പോൾ അവർ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഏകദേശം വൈകുന്നേരമായി 5:30ആയി, എന്താ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ? അതവിടെ നിവിൻ മാത്രമാണ് നിന്ന് ഉണ്ടാക്കുന്നത്. ഈ അക്ബറും ആരും പോയി ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് അനുവും അവരിന്ന് പറയുന്നുണ്ട്. നിവിൻ മാത്രമാണ് അവിടെ കിടന്ന് ഉണ്ടാക്കണം. ഞാനും ശ്രദ്ധിച്ചു, നിവിനാണ്. ആര്യനും അക്ബറിനും ഒരു ഉഷാറും ഇല്ല. അപ്പോൾ ഇവർക്ക് കിട്ടിയ 8ന്റെ പണി തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ക്യാപ്റ്റന്മാരുമാണ്. മിക്കവാറും ഇവർ ജയിലിൽ പോകാനുള്ള ചാൻസും കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ആര്യനും നിവിനും അക്ബറും. പിന്നെ നിവിൻ അവിടെ താരതമ്യേന നിവിൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് കിച്ചണിനകത്ത് നിന്നിട്ട്. പക്ഷേ ആര്യനും അക്ബറും അധികം ഒന്നുമില്ല. അപ്പോൾ ഇവർ നോട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണവും ലേറ്റായിരുന്നു. ഇവർ സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ സാധാരണ ബിഗ് ബോസുകളിൽ എല്ലാവരും നേരത്തെ ഉണ്ടാക്കി വെക്കും. ചോറാണെങ്കിൽ ചോറ് നേരത്തെ ഉണ്ടാക്കി വെക്കും, കറിയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെക്കും. കാര്യം ടാസ്കിൻ്റെ ഇടയിൽ ഒന്നും നടക്കത്തില്ല. പക്ഷേ ഈ സീസണിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു കോർഡിനേഷനും ഒന്നും ഞാൻ കാണാത്തത്. എനിക്കറിയത്തില്ല എന്താണെന്ന്. ഈ സീസണിൽ എത്രമാത്രം ഉഴപ്പാമോ അത്രമാത്രം ഉഴപ്പുകയാണ് കിച്ചൺ ടീമാണെങ്കിലും. പിന്നെ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വഴക്കുകൾ ഉണ്ടാക്കിയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും സ്ക്രീൻ സ്പേസ് നേടിയ ഒരേ ഒരു സീസൺ ഇതാണ്. സാധാരണ വഴക്കുണ്ടായി പോകുന്നതാണ്. പിന്നെ നെഗറ്റീവ് ഉണ്ടാക്കുക, ആൾക്കാരെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് അകറ്റി നിർത്തുക, മോശം പറഞ്ഞ് ഇങ്ങനെ അകറ്റി നിർത്തി ഒറ്റപ്പെടുക, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഈ സീസണിൽ. മറ്റേ സീസണിലൊക്കെ ആണെങ്കിൽ ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കൊക്കെ അവർ നേരത്തെ എടുത്ത് ഡിസ്കസ് ചെയ്ത് നമുക്കിത് കാര്യം ചോറ് നേരത്തെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കാം, ഒരു കറി നേരത്തെ ഉണ്ടാക്കി വെക്കാം. അങ്ങനെ നിങ്ങൾക്കും അത് തന്നെ തോന്നുന്നില്ലേ? നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുന്നത്? ഇവിടെ ഇതിനൊരു
ഇവർക്കൊക്കെ ഒരു ഇപ്പം ഇവരിങ്ങനെ പറഞ്ഞു ഞാനത് ഒളിച്ചു വെക്കും, കുറേ തരികട പരിപാടികളൊക്കെ ചെയ്യുന്നത് ഈ സീസണിലാണ്. ഇത് ഞാൻ മാറ്റി വെക്കും, ഇത് നമുക്ക് ഒളിച്ചു വെക്കാം, ഇത് ഇവിടോട്ട് മാറ്റി വെക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും പിന്നെ പരസ്പരം കൊടുക്കാതിരിക്കുക. തരൂല നിനക്ക് തരൂല, അവനൊന്നും കൊടുക്കണം, അവൻ എടുത്തോണ്ട് പൊക്കളയും, അങ്ങനെ പിന്നെ പരസ്പരം വിശ്വാസം ഇല്ലായ്മ. നീ എടുത്താടാ, അവൻ കള്ളക്കളി കളിക്കുക, അവന് നോക്കിയിരിക്കുക, അങ്ങനെയുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് പിന്നെ കൊടുക്കാതിരിക്കുക. ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പുകാർ മാത്രം ഇരുന്ന് ഒരു ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ കോമൺ ആയിട്ട് ഈ സീസണിലാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. മറ്റ് സീസണുകളിൽ ഞാൻ കുറേ ഇൻഡിവിജ്വൽസിനെയാണ് ഞാൻ കണ്ടേക്കുന്നത്. കുറച്ചും കൂടെ ഗ്രൂപ്പൊക്കെ ഉണ്ട സീസൺ ആയാലും കൂടി കുറച്ചും കൂടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 80ാമത്തെ ദിവസമെങ്കിലും ശ്രദ്ധിച്ചോ, അവരൊരു തിളങ്ങ്, അവർക്കൊരു തിളക്കം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു 80ാമത്തെ എപ്പിസോഡൊക്കെ ആകുമ്പോൾ ഓരോരുത്തർ തിളങ്ങുമായിരുന്നു. ഇതൊക്കെ അല്ല ടോപ്പ് 10. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ടോപ്പ്, കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് ഒട്ടും പറ്റാത്ത ആൾക്കാരൊക്കെ ടോപ്പ് 10 വന്നിട്ടുണ്ട്, ശരിയാണ്. എന്നാലും ഗ്രൂപ്പ് ഉണ്ടായെങ്കിൽ കൂടിയും ഇങ്ങനത്തെ ഒരു ഒളിച്ചു വെച്ച് കഴിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും, ഇങ്ങനത്തെ ഒരു കുശുമ്പ് കുന്നായ്മ ഇമാതിരിയുള്ള സംഭവങ്ങളൊന്നും ഞാൻ വേറെ സീസണിൽ കണ്ടിട്ടില്ല. ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ അവരെല്ലാവരും അവസാനം ഒറ്റക്കെട്ടാ, അവരെല്ലാവരും ഒന്നിച്ചിരിക്കും, അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ? ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സീസണാണ് അല്ലേ ഇത്? ഭയങ്കര ഡിഫറെൻ്റ്, ഭയങ്കര അൺഫെയർ സീസണും കൂടിയാണ് കേട്ടോ. ഭയങ്കര അൺഫെയർ സീസൺ, അതൊക്കെ ഞാൻ ഗ്രാൻഡ് ഫിനാലെയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം പറയാം. ഏറ്റവും വലിയ അൺഫെയർ സീസണാണിത്. മറ്റ് സീസണുകൾ വെച്ച് നോക്കുമ്പം അവരോടൊക്കെ കാണിച്ച അൺഫെയർ ആയിട്ടുള്ളൊരു സീസണായത്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയൂ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.